ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും പ്രധാനപ്പെട്ടവയാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മന്ദരോഗത്തെ സംബന്ധിച്ച ശരിയായവ ഏതെല്ലാം? മന്ദരോഗത്തെ സംബന്ധിച്ച ശരിയായവ ഏതെല്ലാം? ഫൈലേറിയൽ വിരകളാണ് രോഗകാരി. ശരിയാണ്, ഫൈലേറിയൽ വിരകളാണ് രോഗകാരി. ക്യൂലക്സ് കൊതുകുകൾ രോഗം പരത്തുന്നു. ശരിയാണ്, ക്യൂലക്സ് കൊതുകുകൾ രോഗം പരത്തുന്നു. ലിംഫ് കുഴലുകളിലാണ് വിരകൾ തങ്ങുന്നത്. ശരിയാണ്, ലിംഫ് കുഴലുകളിലാണ് വിരകൾ തങ്ങുന്നത്. ഇതൊരു വൈറസ് രോഗമാണ്. തെറ്റാണ്. ശരി, മന്ദരോഗത്തെ സംബന്ധിച്ച ശരിയായവ ഫൈലേറിയൽ വിരകളാണ് രോഗകാരി. ക്യൂലക്സ് കൊതുകുകൾ രോഗം പരത്തുന്നു. ലിംഫ് കുഴലുകളിലാണ് വിരകൾ തങ്ങുന്നത്. ശരിയായിട്ടുള്ളത് 1, 2, 3 ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഡയഫ്രം. ഡയഫ്രം ആണ് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം ഏത്? പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? കടൽ കാക്കകൾ. കടൽ കാക്കകളിലായിരിക്കും അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജീവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 2, 3 മലേറിയയും അമീബിയാസിസുമാണ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നവയെ എല്ലാമാണ്. റാബിസ്, കോളറ, ആന്ത്രാക്സ് തുടങ്ങി രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പാണ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് കോൺട്രാക്ഷൻ. എസെൻട്രിക് കോൺട്രാക്ഷൻ എന്നാണ് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ അറിയപ്പെടുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. H5N1 ആണ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ഏതാണ്? നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ഏതാണ്? നീലവൃത്തം. നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്? എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്? ബാക്ടീരിയ. ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ടവയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു.
കണ്ണിലെ ലെൻസ് അതാര്യം ആകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ. കണ്ണിലെ ലെൻസ് അതാര്യം ആകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ. തിമിരമാണ് കണ്ണിലെ ലെൻസ് അതാര്യം ആകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ. താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ രോഗം ഏത്? താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ രോഗം ഏത്? സിലിക്കോസിസ് ആണ് ഒരു തൊഴിൽജന്യ രോഗം. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം പേശികളിലാണ് ടെറ്റനസ് ബാധിക്കുന്നത്. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ് മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. മുഗ ഏത് ഇനത്തിൽപ്പെട്ട കൃഷിരീതിയാണ്? സെറികൾച്ചർ ഇനത്തിൽപ്പെട്ട കൃഷിരീതിയാണ് മുഗ. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് 2013 ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.